ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില അലവലാതികളുണ്ട്. മരിച്ച കലാഭവൻ നവാസിൻ്റെ ഭാര്യ, പിന്നെ മക്കൾ. നവാസ് അവസാനമായിട്ട് അഭിനയിച്ച പുതിയ മൂവി ഇറങ്ങിയപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന അലവലാതികൾക്ക് കുറച്ചെങ്കിലും ബോധവും മനസാക്ഷിയും ഉണ്ടാവണം. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ രേണുസുധിയുടെയും അതുപോലെ ആ അലവലാതി ജാസിയുടെ ഒക്കെ പുറകെ നടക്ക്. അതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റീച്ചായിരിക്കും. ഇത് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, അവരുടെ വേദന എന്താണെന്നും അവരുടെ ആ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് ക്യാമറയും മൈക്കും കൂടെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഇവന്മാരുടെ അടുത്തൊക്കെ പിന്നെ എന്തുവാ വിളിക്കണ്ടേ? കുറച്ചെങ്കിലും ബോധം വിവരം ഉണ്ടാവണം. മരണ വീട്ടിൽ പോലും ഇവന്മാർ കയറി ചെന്ന് വീഡിയോയും ഫോട്ടോസും എടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രൈവസിയാണ് നിങ്ങളൊക്കെ കയറി അങ്ങ് നശിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇമോഷൻസ് വിറ്റിട്ട് ഇങ്ങനെ കാശുണ്ടാക്കരുത്. അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോഴും പിന്നെയും പോവുക ഇതും എടുത്തുകൊണ്ട്. അവർ കരയുന്നത് എടുക്കുന്നു, ആ മോൻ വന്ന് കെട്ടിപ്പിടിക്കുന്നത് എടുക്കുന്നു. ഉളുപ്പ് വേണം, ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം. സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നീയൊക്കെ ക്യാമറയും കൊണ്ട് പോയിട്ട് അത് എടുത്തിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യൂ. അല്ല, നീയൊക്കെ ചെയ്യും, നിനക്കൊക്കെ അതിനുള്ള വിവരം ബോധമൊക്കെ ഉള്ളൂ. വേണമെങ്കിൽ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും നീയൊക്കെ എടുത്തിട്ട് കാണിക്കും. കാരണം റീച്ച് വേണം, പൈസ ഉണ്ടാക്കണം, അതുമാത്രം മതിയല്ലോ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. വീഡിയോ എടുത്ത് സാഡ് BGM കുത്തിക്കയറ്റി അങ്ങ് ഇട്ടോളണം. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കൊണ്ടങ്ങ് ഇട്ടേക്കണം കേട്ടോ. അവരുടെ ആ ഇമോഷൻസിനെ പോലും വിറ്റ് കാശാക്കാൻ കഴിയുന്നുണ്ടല്ലോ നിനക്കൊക്കെ. നമ്മുടെ കലാഭവൻ നവാസ് അഭിനയിച്ച ഏറ്റവും അവസാനത്തെ ചിത്രമാണ് പ്രകമ്പനം. ആ ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ അവസാനമായി അദ്ദേഹം അഭിനയിച്ചത് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ് നവാസ് ഖാന്റെ ഭാര്യയും മക്കളും ഒക്കെ. ആ സമയത്ത് ചില പലതന്തയ്ക്കും പറഞ്ഞ ചെറ്റകളായിട്ടുള്ള ചില കുയിലുകളും കുറുക്കന്മാരും ഒക്കെ ഇതിനകത്തുണ്ട്. അവരാണ് വന്നിട്ട് മൈക്കും കൊണ്ട് കുത്തിയിട്ട് ആ പാവങ്ങളെ എന്തിനാണ് സങ്കടപ്പെടുത്തുന്നത്? അവരവരുടെ സ്വകാര്യതയിൽ അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ. അവർ അവരുടെ ഭർത്താവ് അവസാനമായി അഭിനയിച്ച ചിത്രം കാണാൻ വേണ്ടിയിട്ടല്ലേ അവിടെ വന്നിരിക്കുന്നത്. മരിച്ച് അത്രേ ആയിട്ടുള്ളൂ എങ്കിലും അവർക്കൊരു നോക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവൂലേ? നിങ്ങൾ അതിനിടയിൽ പോയിട്ട് മൈക്കും കുത്തിയിട്ട് പരനാറികളെ, നിങ്ങൾക്കൂടെ അച്ഛനും അമ്മയും പെങ്ങന്മാരൊക്കെ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? പെണ്ണുങ്ങളുടെ ഒക്കെ അടുത്ത് പോയിട്ട് എന്താ സുഖമല്ലേ, നിങ്ങളെന്താ ആ ഡ്രസ് എന്തിനാടാ ഇങ്ങനെ തന്തയ്ക്ക് പറയിക്കുന്നേ? നിന്റെ ഒക്കെ തന്തമാർ ആ വീട്ടിൽ സമാധാനത്തോടെ ഇരുന്നോട്ടെ. എന്തിനാ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കുന്നേ? എന്തിനാ? നിനക്കൊക്കെ മുട്ടി നിൽക്കുവാണെങ്കിൽ നീ നിന്റെ കുടുംബത്തിൽ നടക്കുന്നതൊക്കെ എടുത്ത് അങ്ങ് പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്ക്, ആഘോഷിക്കട്ടെ. അതൊന്നും പറ്റത്തില്ല. നാട്ടുകാരുടെ കുടുംബത്തിൽ എന്താണെങ്കിലും എടുത്ത് അങ്ങ് ഇട്ടേക്കണം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണല്ലോ അല്ലേ? സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴാണല്ലോ അതിൻ്റെ വേദനയും വിഷമവും ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്. നിനക്കൊക്കെ മുട്ടി നിൽക്കുവാണെങ്കിൽ പറഞ്ഞില്ലേ, നീ നിന്റെ കുടുംബത്തിലുള്ളതൊക്കെ എടുത്ത് അങ്ങ് പബ്ലിക്കാക്ക്. എന്തിനാടാ ആരാൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നിൽക്കുന്നേ? അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലോട്ട് ഇടിച്ച് കയറി പോകുന്നേ? അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്കടേ. ഈ ഡ്രസ് ഇടായിരുന്നേ, നല്ല സുന്ദരിയാണ് കേട്ടോ. അല്പമാത്രമായ ഡ്രസ്സും ഓരോ ആംഗിളിൽ പെണ്ണുങ്ങളുടെ പല പടങ്ങളും എടുത്തിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇതൊക്കെ പലതവണയായി പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എല്ലാ കുയിലുകൾക്കും കുറുക്കന്മാർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടിയായിട്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇനിയെങ്കിലും അവരുടെ ഫീലിംഗ് മനസ്സിലാക്കി അവരുടെ ഒപ്പം നിൽക്കുക, അല്ലാതെ മൈക്കും കൊണ്ട് കുത്തി അവിടെ പോയിട്ട് അവരോട് പല ചോദ്യങ്ങളും ചോദിക്കുകയല്ല വേണ്ടുന്നത്. ഇതിനൊക്കെ ഒരു സാമാന്യ മര്യാദയുണ്ട്. അവരവിടെ പോയി സിനിമ കണ്ടോ കണ്ടിറങ്ങിയതാണോന്ന് അറിയില്ല. എന്തായാലും അവരുടെ മുഖത്ത് തളം കെട്ടി നിൽക്കുന്ന സങ്കടം കണ്ടാൽ അറിയാം അവരുടെ അടുത്തേക്ക് മൈക്കും കുത്തി പോകാൻ പറ്റോ ഇല്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, നവാസ്കയുടെ മകനാന്ന് തോന്നുന്നു. മകൻ ആ ഉമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു പിടുത്തമുണ്ട്. ആ കുഞ്ഞിന്റെ കണ്ണിലെ കണ്ണുനീരും ആ കുഞ്ഞിന്റെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറെ ചെറ്റകള് പിന്നെയും മൈക്കും തൂക്കി അവരുടെ അടുത്തേക്ക് പോവുക. അവിടെ നേരെ ക്യാമറയും തൂക്കി മൈക്കും തൂക്കി പോയി ആ നാറി ആരാന്ന് കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞ പ്രകമ്പനം റിലീസ് ചെയ്യുന്ന ഇന്നത്തെ ദിവസം ഇവൻ എന്തുകൊണ്ടാണ് ആ തിയേറ്ററിൽ പോകുന്നുള്ള കാര്യം ഏതൊരു മനുഷ്യനും മനസ്സിലാവും. സിനിമയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇവരുടെ സങ്കടം വിട്ടിട്ട് ഈ പട്ടിക്ക് കാശുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഈ മൈക്കും തൂക്കി ഇറങ്ങിയേക്കുന്നത്. ജനങ്ങളുടെ സെന്റിമെന്റ്സ് വിറ്റ് കാശാക്കുന്ന ഇത്തരത്തിലുള്ള ചെറ്റകളെ സമൂഹം തിരിച്ചറിയണം. ഇവർക്കെതിരെ ഇവരുടെ മുഖത്ത് ആഞ്ഞടിച്ച് പ്രതികരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരും. പറഞ്ഞത് ശരിയാ. കണ്ട പെണ്ണുങ്ങൾ, അതായത് ആക്ട്രസ് ആണെങ്കിലും മറ്റേ യൂട്യൂബേഴ്സ് ആണെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഇവന്മാരെടുക്കുന്ന ഫോട്ടോയാണെങ്കിലും വീഡിയോ ആണ് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അവരെ എവിടെയാണോ കാണിച്ചേക്കുന്നത് അവിടെ ഫോക്കസ് ചെയ്യും. പാരാനാറികളെടാ, നിനക്കൊക്കെ മുട്ടി നിൽക്കുവാണെങ്കിൽ നിന്റെ കുടുംബത്തിലെ അമ്മേനെ
കഷ്ടം. അവർ അവിടെ ഇരുന്ന് കരയുമ്പോഴാണെങ്കിൽ അതും എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യുക. നാണം ഇല്ലാത്തവന്മാർ. കുറേ ക്യാപ്ഷനും അവന്മാരുടെ കുറേ മരണ വീട്ടിലെങ്കിലും അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലെങ്കിലും കുറച്ച് പ്രൈവസി കൊടുക്കുക. അവിടെയൊക്കെ ഫോണും ക്യാമറയും തൂക്കിപ്പിടിച്ച് പോയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നിൻ്റെയൊക്കെ ഒരു മനക്കട്ടിയോ എന്താ പറയുക, ഒരു മനസ്സാക്ഷി ഇല്ലാത്തൊരു തരം പരിപാടി ഉണ്ടല്ലോ. അവരുടെ കരച്ചിലാണെങ്കിലും അവരുടെ വേദനയാണെങ്കിലും അത് ഫോക്കസ് ചെയ്തെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കാൻ കാണിക്കുന്ന നിൻ്റെയൊക്കെ ഒന്നും പറയാനില്ല. ശരിയെന്നാ ഞാൻ പോവാ. അവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉളുപ്പില്ലാത്തവന്മാർ.